അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതായത് എൻ്റെ സഹോദരിയുടെ ചോദ്യമാണ് സുബൈദ വളാഞ്ചേരി. എൻ്റെ ഭർത്താവ് രണ്ടാം ഭാര്യയിലുള്ള, അതായത് എൻ്റെ ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയിലുള്ള മകനും മകളുടെ ഭർത്താവും എനിക്ക് മഹ്റമുകളാണോ? അവരെ കാണുന്നതിനും തൊടുന്നതിനൊക്കെ വിരോധമുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ചുരുക്കി ഒറ്റവാക്കിൽ പറയാം. ആ ചോദിച്ച വ്യക്തി, അതായത് സുബൈദ വളാഞ്ചേരി, നിങ്ങളുടെ ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയിൽ നിങ്ങളുടെ ഭർത്താവിന് ജനിച്ച മകൻ നിങ്ങൾക്ക് മഹ്റമാണ്. സാധാരണ മഹ്റമുകളുമായി ഇടപെടുന്നത് പോലെ അവരുമായി ഇടപെടുന്നത് കുഴപ്പമൊന്നുമില്ല, ഇടപെടാവുന്നതാണ്. ആ മക്കൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെ മക്കളും നിങ്ങൾ അവർക്ക് പിതാവിൻ്റെ ഭാര്യയുമാണല്ലോ. ഭർത്താവിൻ്റെ മകനും പിതാവിൻ്റെ ഭാര്യയും പരസ്പരം തൊട്ടാൽ വുളൂ നഷ്ടപ്പെടാത്ത മഹ്റമുകളാണെന്ന് ഇസ്ലാമിക നിയമം. എന്നാൽ ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയിലെ മകളുടെ, അതായത് ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയിലെ മകളുടെ ഭർത്താവ് നിങ്ങളുടെ മഹ്റമല്ല, അന്യപുരുഷനാണ്. മകളുടെ ഭർത്താവ് മഹ്റമാണെന്നതിൻ്റെ വിവക്ഷ സ്വന്തം മകളുടെ ഭർത്താവാണ്. ഭർത്താവിന് രണ്ടാം ഭാര്യയിൽ ജനിച്ച മകളുടെ ഭർത്താവ് ഇതിൽ ഉൾപ്പെടുകയില്ല. മനസ്സിലായോ എന്നറിയില്ല. ഞാൻ യൂട്യൂബിന് താഴെ ഈ പറഞ്ഞതൊക്കെ ഞാൻ ടെക്സ്റ്റായി കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ചോദ്യം സുബൈദ വളാഞ്ചേരി ചോദിച്ച ചോദ്യമാണ്. പലർക്കുണ്ടാവുന്ന ഒരു സംശയമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ആക്കി ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അത് അറിയിക്കണം. ഇൻഷാ അള്ളാഹ് അടുത്ത ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുള്ളത്, ഇരിക്കുന്ന സ്ത്രീ, അതായത് അന്യ മത എന്താണ് ഉള്ള അഹിന്ദുക്കളായിട്ടുള്ള ആളുകളൊക്കെ മുസ്ലിം സ്ത്രീകളെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളാണ്. ഇൻഷാ അള്ളാഹ് അടുത്ത എപ്പിസോഡിൽ പറയും. അപ്പോൾ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ആർക്കും ഉപകാരപ്പെട്ടാൽ അത് വലിയ ഹൈറാണല്ലോ.